എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് കേൾക്കുവാനും കാണുവാനും ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറത്ത് ഇന്ത്യക്കാർ കരിയർ സ്വപ്നം കാണുന്ന ഒരു വലിയ രാജ്യമാണ് കാനഡ. വൻ അവസരങ്ങളാണ് കാനഡ കുടിയേറ്റക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ശക്തമായ സാമ്പത്തിക വളർച്ച, അനുകൂലമായ കുടിയേറ്റ നയങ്ങൾ, നവീകരണത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് കാനഡയിൽ പുതിയ സ്വപ്നങ്ങൾ നെയ്യാൻ ഇന്ത്യക്കാരടക്കമുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, പുനരുപയോഗിക്കാവുന്ന ഊർജം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സുസ്ഥിര വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വൻ അവസരങ്ങളാണ് കാനഡ 2025 നൽകുന്നത്. തങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കാനഡയെ ആവേശകരവും പ്രതിഫലദായകവുമായ ഡെസ്റ്റിനേഷനായി ഉറപ്പാക്കുമെന്നതിൽ സംശയവുമില്ല. ഇത്തരക്കാർക്കായി 2025 കാനഡയിലെ വിവിധ തൊഴിൽ അവസരങ്ങളും ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള ജോലികളും സംബന്ധിച്ച വിവരങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രധാനമായും കാനഡയിലെ ഏറ്റവും അധികം ഡിമാൻഡുള്ള 10 കരിയറുകളാണ് ഞാൻ പറയുന്നത്. രജിസ്റ്റർ ചെയ്ത നേഴ്സസ്, RN രജിസ്റ്റർ ചെയ്തിട്ടുള്ള നേഴ്സസാണ്. കാനഡയിലുടനീളമുള്ള പല പ്രവിശ്യകളിലും ഹെൽത്ത് കെയർ മേഖലകളിൽ ജോലികൾ അവസരങ്ങൾ ഏറെ ഉണ്ട്. നേഴ്സുമാർക്കുള്ള ഉയർന്ന ഡിമാൻഡ് കാരണം നഴ്സിംഗിൽ പരിചയമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയിലേക്ക് കുടിയേറുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ഇമിഗ്രേഷൻ ഓപ്ഷനുകളാണ് ലഭ്യമാണ്. ശരാശരി $70,975 അവരുടെ ശമ്പളം ആയി കാനഡ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പണം നൽകുന്ന പ്രവിശ്യകൾ നോർത്ത് വെസ്റ്റ് ടെറിട്ടറികൾ, നൂനാവുട്ട്, യുക്കോണോ. കുറഞ്ഞ വിദ്യാഭ്യാസം, ബാച്ചിലേഴ്സ് ബിരുദവും പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ റെഗുലേറ്ററി അതോറിറ്റിയുമായുള്ള രജിസ്ട്രേഷനുമാണ് ആവശ്യം ഈ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി. രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് വെബ് ഡെവലപ്പർമാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കാനഡ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്പെഷ്യലിസ്റ്റാണ് വെബ് ഡെവലപ്പർമാർ. കുതിച്ചുയരുന്ന സാങ്കേതിക വ്യവസായത്തിൽ IT രംഗത്തുള്ളവർക്ക് കാനഡയിലേക്ക് കുടിയേറാൻ നിരവധി ഓപ്ഷനുകൾ ഉണ്ട്. കാനഡയുടെ ഗ്ലോബൽ ടാലൻറ്റ് സ്ട്രീം ഉപയോഗിച്ച് വെബ് ഡെവലപ്പർമാർക്ക് കാനഡ വർക്ക് പെർമിറ്റ് ഈസിയായി നേടാവുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ തൊഴിലുകൾ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നിരവധി പ്രൊഫഷണൽ നോമിനി പ്രോഗ്രാം PNP ഓപ്ഷനുകളും നിലവിൽ ഉണ്ട്. ശരാശരി ശമ്പളമായി പറയുന്നത് $72,627 ആണ്. കൂടുതൽ പണം നൽകുന്ന പ്രവിശ്യകളും ഉണ്ട്. കുറഞ്ഞ വിദ്യാഭ്യാസം, ബാച്ചിലേഴ്സ് ബിരുദമാണ്. മൂന്നാമതായി വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജോലികൾക്ക് ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനും അവ വിശകലനം ചെയ്യാനും വ്യക്തമാക്കാനുമുള്ള കഴിവാണ് വേണ്ടത്. അക്കാദമിക് യോഗ്യതയ്ക്കപ്പുറം നല്ല പരിചയവും ഈ ഫീൽഡിലുള്ള അഭിരുചിയുമാണ് ആവശ്യം. സാധാരണഗതിയിൽ ഈ സ്ഥാനത്ത് ഉയർന്ന വിദ്യാഭ്യാസവും പരിചയവും ആവശ്യമാണ്. അവർക്ക് ശരാശരി ശമ്പളമായി പറയുന്നത് $91,832 ആണ്. ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രവിശ്യകളും ഉണ്ട്. മിനിമം വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗിൽ സയൻസ് ബിരുദം, റോൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ട്രക്ക് ഡ്രൈവർമാരാണ് അടുത്തതായി വരുന്നത്. കാനഡയിൽ ഏറ്റവും ഡിമാൻഡുള്ള ജോലികളിൽ ഒന്നായ ട്രക്ക് ഡ്രൈവർമാർ പലപ്പോഴും പട്ടികയിൽ മുന്നിലാണ്. നിരത്ത് നിന്ന് തീരത്തേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് മിക്കവാറും എല്ലാ കാനഡിയൻ പ്രദേശങ്ങളിൽ ട്രക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് ഗതാഗത രംഗത്ത് മൊത്തം വേക്കൻസികളിൽ ട്രക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകളുടെ നിരക്ക് ഏകദേശം 8% കാനഡ അറിയിക്കുന്നത്. അവരുടെ ശമ്പളം എന്ന് പറയുന്നത് $46,828 ആണ് എന്നാണ്. ഏറ്റവും കൂടുതൽ പണം നൽകുന്ന പ്രവിശ്യകൾ ബ്രിട്ടീഷ് കൊളംബിയ, ന്യൂ ബ്രൻസ്വിക് എന്നിവ കൂടാതെ മറ്റു പ്രവിശ്യകളും ഉണ്ട്. മിനിമം വിദ്യാഭ്യാസം, ഉചിതമായ ലൈസൻസും അംഗീകാരങ്ങളും സഹിതം ട്രക്ക് ഡ്രൈവറുടെ പരിശീലനവും മാത്രം മതിയായിരിക്കും. അടുത്തതായി വെൽഡർമാരെയും ഇപ്പോൾ കാനഡ തിരയുകയാണ്. 2028 സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് 23,000 വെൽഡിംഗ് വാക്കൻസികൾ കൂടി ചേർക്കുമെന്നാണ് കരുതുന്നത്. ഇത് ഈ തൊഴിലിന് ഉയർന്ന ഡിമാൻഡുള്ള
ഫീൽഡാക്കി മാറ്റുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിലും പ്രിൻസ് എഡ്വേർഡ് ദ്വീപിലും വെൽഡിംഗ് സ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും ഉയർന്ന ഡിമാൻഡാണുള്ളത്. ശരാശരി ശമ്പളം മണിക്കൂറിന് $18 $41 ഇടയിലാണ്. ഏറ്റവും കൂടുതൽ പണം നൽകുന്ന പ്രവിശ്യകളും ഉണ്ട്. മിനിമം വിദ്യാഭ്യാസം വ്യത്യാസപ്പെടും, എന്നാലും സാധാരണമായി ഓൺസൈറ്റ് പരിശീലനം കൂടാതെ അല്ലെങ്കിൽ പരിശീലന സർട്ടിഫിക്കറ്റാണ് ആവശ്യം. അടുത്തതായി വരുന്നത് മൃഗഡോക്ടർമാരാണ്, വെറ്ററിനറിയൻസ്. ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളെയും പോലെ കനേഡിയൻ ആളുകൾ അവരുടെ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കാനഡയിൽ മൃഗഡോക്ടർമാർ വളരെ കുറവാണ്. ഇത് നിരവധി വർഷങ്ങളായി കാനഡയിലെ ഏറ്റവും ഡിമാൻഡുള്ള ജോലികളിലൊന്നായി ഈ കരിയറിനെ മാറ്റുന്നു. കാനഡയിൽ ഈ കരിയർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാർക്ക് പ്രദേശങ്ങൾക്കുള്ള റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് ലൈസൻസ് ആവശ്യമാണ്. കാരണം ഇത് പ്രവിശ്യ നിയന്ത്രിത തൊഴിലാണ്. ശരാശരി ശമ്പളമായി നൽകുന്നത് $95,804 ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രവിശ്യകൾ ഇതിൽ കുറേ ഉണ്ട്. കുറഞ്ഞ വിദ്യാഭ്യാസം വെറ്റിനറി ലൈസൻസ് എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ നേഴ്സ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ് LPN എന്നാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന നഴ്സിംഗിൻ്റെ അതേ കാരണങ്ങളാൽ കാനഡയിലെ ഡിമാൻഡ് ജോലികളുടെ പട്ടികയിൽ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ ഒന്നാമതാണ് നിൽക്കുന്നത്. COVID-19 വ്യാപനവും പ്രായമായ ജനസംഖ്യയും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കുന്നു. രജിസ്റ്റർ ചെയ്ത നഴ്സുമാർക്ക് സമാനമായി ആരോഗ്യ മേഖലയിലുള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന നിരവധി ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളും ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സുമാർക്ക് ഇന്നുണ്ട്. ശരാശരി ശമ്പളമായി $55,564 നൽകുന്നത്. അതുമല്ല, പല പ്രവിശ്യകളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള സാലറി സ്കെയിലാണ് ഉള്ളത്. അടുത്തതായി വരുന്നത് ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യനാണ്. നല്ല വൈദഗ്ധ്യം ഉള്ള ഇലക്ട്രീഷ്യന്മാർക്ക് ഏറ്റവും സന്തോഷത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്ന രാജ്യമാണ് കാനഡ. ആവശ്യമായ വിദ്യാഭ്യാസവും തൊഴിൽ പരിചയവുമുള്ള പുതുമുഖങ്ങൾക്ക് കാനഡയിൽ വ്യാവസായിക ഇലക്ട്രീഷ്യന് അല്ലെങ്കിൽ സ്വകാര്യമായോ വ്യക്തിപരമായോ ഇലക്ട്രീഷ്യൻ തൊഴിലിൽ ഏർപ്പെടാവുന്നതാണ്. ഈ ജോലിക്ക് ഏകദേശ ശമ്പളം $68,000 പല പ്രവിശ്യകളിലും വ്യത്യസ്തമായിട്ടുള്ള സാലറി ആണ് ലഭിക്കുന്നത്. കുറഞ്ഞ വിദ്യാഭ്യാസം, ഓൺസൈറ്റ് പരിശീലനം കൂടാതെ അല്ലെങ്കിൽ ഒരു ട്രേഡ് സർട്ടിഫിക്കേഷൻ ആണ് അവർക്ക് വേണ്ടത്. അടുത്തതായി 9ാമതായി വരുന്നത് ഫാർമസിസ്റ്റാണ്. മരുന്ന് വിതരണം ചെയ്യുന്നതിനും മരുന്നിനെക്കുറിച്ച് ഉപദേശിക്കാനും ആരോഗ്യ കൺസൾട്ടേഷനുകൾ നൽകുന്നതിനും ഫാർമസിസ്റ്റുകൾ ഉത്തരവാദികളാണ്. ഈ ഫാർമസിസ്റ്റിന് ഒരു ഹോസ്പിറ്റലിലോ ഫാർമസിയിലോ സ്വന്തം ഫാർമസി തുടങ്ങിയോ ജോലി ചെയ്തും കരിയർ കെട്ടിപ്പടുത്താനാകും. ഫാർമസിസ്റ്റുകൾ പ്രവിശ്യ തലത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിലും, അതായത് ഓരോ പ്രവിശ്യയ്ക്കും അവരുടേതായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഫാർമസിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് ഫാർമസിയിൽ ബിരുദം ഉണ്ടായിരിക്കണം. ഫാർമസി എക്സാമിനിങ് ബോർഡ് ഓഫ് കാനഡ PEBC നടത്തുന്ന പരീക്ഷയിൽ വിജയിക്കുകയും കാനഡയിൽ ഒരു സർട്ടിഫൈഡ് ഫാർമസിസ്റ്റ് ആകാൻ നിങ്ങളുടെ പ്രവിശ്യയിലെ പ്രദേശത്തിലോ രജിസ്റ്റർ ചെയ്യുകയും വേണം. മെഡിക്കൽ രംഗത്തെ മറ്റു പ്രൊഫഷണലുകളെ പോലെ ഫാർമസിസ്റ്റുകൾക്കും ഉയർന്ന ഡിമാൻഡാണ് കാനഡ പറയുന്നത്. അതുമല്ല, ഏറ്റവും ആവറേജ് ശമ്പളം എന്ന് പറയുന്നത് $89,314 അതും പല പ്രവിശ്യകളിലും വ്യത്യസ്തമായ രീതിയിൽ കൂടുതലും ആണ് കൊടുക്കുന്നത്. കുറഞ്ഞ വിദ്യാഭ്യാസം ബിരുദമാണ്. അക്കൗണ്ടൻ്റ് ആണ് അടുത്തതായി 10ാമതായി പറയുന്നത്. വിജയകരമായി ഏതൊരു കമ്പനിയുടെയും പ്രവർത്തനങ്ങൾ അക്കൗണ്ടന്റുമാരുടെ പ്രധാനമാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വളർച്ചാ സാധ്യതയുള്ള രാജ്യത്തുടനീളം വൻ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് അക്കൗണ്ടന്റുമാർക്ക് ഉറപ്പിക്കാം. അവർക്ക് $56,257 ശരാശരി ശമ്പളമായി കാനഡ നൽകാൻ തീരുമാനിച്ചു. ഏറ്റവും കൂടുതൽ പണം നൽകുന്ന പ്രവിശ്യകൾ വേറെ ഉണ്ട്. കുറഞ്ഞ വിദ്യാഭ്യാസം, ബിസിനസ്സിൽ ഡിപ്ലോമോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ബിരുദം, മറ്റ് സാങ്കേതിക അറിവ് എന്നുള്ളതാണ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ടുള്ള 10 ജോലി സാധ്യതകൾ, ഏറ്റവും നല്ല ജോലികൾ നൽകുന്ന കാനഡയുടെ പുതിയ തീരുമാനങ്ങളും അതുമല്ല അവർ ഏറ്റവും പെട്ടെന്ന് വിസ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിമാൻഡുള്ള ജോബുകളാണ്. അതുകൊണ്ട് തന്നെ ഈ
ഡിമാൻഡുള്ള ജോബുകൾ നിങ്ങളുടെ പാഷനാണ്, നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാനഡയിലേക്ക് തിരഞ്ഞെടുക്കാം. കാരണം കാനഡ 2028 വലിയൊരു സാമ്പത്തിക നേട്ടം നേടും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അങ്ങനെ കുതിക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വലിയ ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തുകൊണ്ട് കാനഡയിലേക്ക് ആഗ്രഹിക്കുന്ന, കാനഡ സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.